കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് സിലബസിലെ 10 മൊഡ്യൂളിൻ്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചില മൊഡ്യൂളുകളുടെ ക്ലാസ്സുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവ ഡിസ്കഷൻ നടത്താറുണ്ട്. ക്ലാസ്സിൻ്റെ നോട്ടിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് അക്കൗണ്ടിങ്ങിലെ അവസാന ഭാഗമായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന പാർട്ടിൽ നിന്നാണ്. കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് ബേസ്ഡ് സിലബസുകളിൽ അല്ലെങ്കിൽ പരീക്ഷകളിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇപ്രാവശ്യം സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വന്നിട്ടുണ്ട്. ക്ലാസ്സുകൾ നോക്കാം. ആദ്യം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്നാ പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അക്കൗണ്ടിംഗ് ഡെഫിനിഷൻ ആദ്യമേ അറിയാം. റെക്കോർഡ്, ക്ലാസിഫൈ, സ്റ്റോർ, പ്രസന്റ് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനൊരു സോഫ്റ്റ്വെയറിന്റെ ഒരു സപ്പോർട്ടും കൂടി വരുമ്പോഴാണ് അതിന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയും. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ടു റെക്കോർഡ്, ക്ലാസിഫൈ, സ്റ്റോർ ആൻഡ് പ്രസന്റ് ഫിനാൻഷ്യൽ ഡാറ്റ. കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയാൻ പറ്റും. മാനുവൽ അക്കൗണ്ടിങ്ങിനെ പോലെയല്ല. അതായത് ബുക്സ് ആർ മെയിൻറ്റെയിൻഡ് ഫിസിക്കലി ആണ്. മാനുവൽ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ബുക്സ്, പിന്നെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കണം, അതിന്റെ പോസ്റ്റിംഗ് ചെയ്യണം, അതിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്, പോസ്റ്റിങ്ങിൽ എറർ വന്നേക്കാം. പിന്നെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കമ്മീഷൻ, ഒമിഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്? ഈ പരിപാടികളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുക. ജസ്റ്റ് ഡാറ്റ അതിലേക്ക് എത്തിക്കിട്ടിയാൽ, ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സുകളോ ഏത് റിപ്പോർട്ട്സ് ആണ് വേണ്ടത് അത് തെറ്റില്ലാതെ, ഇൻപുട്ട് ഡാറ്റയിൽ തെറ്റ് വന്നില്ലെങ്കിൽ ബാക്കിയുള്ളതും തെറ്റില്ലാതെ തന്നെ വളരെ കൃത്യതയോട് കൂടി റിപ്പോർട്ടായിട്ട് ഗ്രാഫും ടേബിളിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് റിപ്പോർട്ടുകൾ ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സാധിക്കാറുണ്ട്. മാത്രമല്ല റെഡ്യൂസ് ഹ്യൂമൻ എറർ ആൻഡ് പ്രൊവൈഡ് ഫാസ്റ്റർ ആക്സസ് ടു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. എറർ ഫ്രീ ആയിരിക്കും. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. സെക്കൻഡുകൾക്കകം റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു അക്കൗണ്ടന്റ് അത് ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ സമയങ്ങൾ എടുത്തേക്കാം, ദിവസങ്ങൾ എടുത്തേക്കാം. അതിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഒരു കമ്പ്യൂട്ടറിന്റെ ഫീച്ചർ എന്താ ആണോ അത് തന്നെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഫീച്ചർ ആയിട്ട് വരിക. സ്പീഡ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് എന്തായിരിക്കും? ഹൈ സ്പീഡ് ആയിരിക്കും, ക്വിക്ക് ആയിരിക്കും. ജസ്റ്റ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സോഫ്റ്റ്വെയർ ചെയ്തോളും. അക്യുറേറ്റ് ആണ്. അതായത് അതിലെന്തില്ല, എറർ ഇല്ല. അതിൻ്റെ കാൽക്കുലേഷനിലും പ്രിപ്പറേഷനിലൊന്നും എറർ വരാനുള്ള സാധ്യതയില്ല. ഓട്ടോമേഷൻ ആണ്. റിപ്പീറ്റഡ് ടാസ്ക് സച്ച് ആസ് പോസ്റ്റിംഗ്, ബാലൻസിങ്, പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ആർ ഓട്ടോമേറ്റഡ്. നമ്മൾ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിക്കോളും, മാറിക്കോളും. ഡാറ്റ സ്റ്റോറേജ് ആൻഡ് സെക്യൂരിറ്റി. ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർ ഇലക്ട്രോണിക്കലി വിത്ത് ബാക്കപ്പ് ഫയൽസ്. ഇന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിവൈസ് അത് കേടുവന്ന് പോയാൽ പോലും, കമ്പ്യൂട്ടർ കേടുവന്നാൽ പോലും ഡാറ്റയ്ക്ക് ഒരു കുഴപ്പം വരാറില്ല. മറ്റൊരു ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ട് ആ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്, റിട്രീവ് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ഉണ്ടോ അതെല്ലാം ഉപയോഗിച്ചിട്ട് ഡാറ്റ സ്റ്റോറേജും സെക്യൂരിറ്റി ഫീച്ചേഴ്സും നമുക്ക് ചെയ്യാൻ കഴിയും. റിയൽ ടൈം പ്രോസസ്സും കൂടിയാണ്. പ്രൊവൈഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ ഇൻസ്റ്റന്റ്ലി. ഓരോ എൻട്രി എത്തുന്നതനുസരിച്ച് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ റിപ്പോർട്ട്സുകൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്, ബാലൻസിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്. എവിടെയൊക്കെയാണോ അത് ആ ഒരു ഫിഗർ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്ലക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇന്റഗ്രേഷൻ ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് ഇൻവെന്ററി, പേറോൾ, ബാങ്കിങ്, ടാക്സേഷൻ. ഇൻവെന്ററിയും പേറോളും ബാങ്കിങ്ങും ടാക്സേഷനും അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാണെങ്കിലും നാല് മൊഡ്യൂളുകളാണ്. വ്യത്യസ്ത സോഫ്റ്റ്വെയർ അതിനെ മാത്രം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചില സോഫ്റ്റ്വെയർ എങ്കിലും ഇവയെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് തരാറുണ്ട്. ഇപ്പൊ ടാലി പോലുള്ള സോഫ്റ്റ്വെയറുകൾ അതിൽ ഇൻവെന്ററി, പേറോൾ, ബാങ്കിങ്, ടാക്സേഷൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറും കൂടിയാണ്.
അല്ലെങ്കിൽ ERP സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം അക്കൗണ്ടിങ്ങിന് മാത്രം ഉപയോഗിക്കാവുന്നതും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെറുകിടക്കാർക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകളും ഉണ്ട്. അപ്പോൾ സൗകര്യം കൂടുന്നതനുസരിച്ച് അതിന്റെ ചാർജ് കൂടാം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനുണ്ട്. ഒരു കമ്പ്യൂട്ടറിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനും നമുക്ക് കാണാൻ കഴിയും. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്? സേവ് ടൈം ആൻഡ് എഫേർട്ട് കമ്പയർഡ് ടു മാനുവൽ അക്കൗണ്ടിങ്. തീർച്ചയായിട്ടും മാനുവലി ചെയ്യുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് അത് സമയവും നമ്മുടെ എഫേർട്ട് എല്ലാം സേവ് ചെയ്യുന്നുണ്ട്. എൻഷ്യൂർ അക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ തെറ്റുകളില്ല എന്ന് നമുക്ക് അത് കാണുമ്പോഴേക്ക് നമുക്ക് ആ ഒരു രീതി കണ്ണോടുകൂടി അത് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ മിസ്റ്റേക്ക് വരില്ല, അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതിൽ തെറ്റ് വരാൻ ചാൻസ് ഇല്ല എന്ന രീതിയിൽ. പ്രൊവൈഡ് ക്വിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നൊടിയിടയിൽ ഒരു ജസ്റ്റ് ക്ലിക്കിൽ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫെസിലിറ്റേറ്റ്സ് കംപ്ലയൻസ് വിത്ത് ടാക്സ് ലോ ആൻഡ് റെഗുലേഷൻസ്. ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകളൊക്കെ അതാത് രാജ്യത്തെ ടാക്സ് ലോ റെഗുലേഷൻസ് പ്രകാരം തന്നെ ആയിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിലൂടെ വരുന്ന റിപ്പോർട്ട്സുകൾ, അതിലേക്ക് ചെയ്യുന്ന എൻട്രികൾ, അല്ലാത്ത എൻട്രികൾ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ളവയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ മാത്രമല്ല ടാക്സ് ലോവിൽ എന്താ പറഞ്ഞത് ആ രീതിയിൽ നമുക്ക് അത്തരം റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യാനും പറ്റും. അത് വെച്ചിട്ട് റിട്ടേൺ സമർപ്പിക്കാനും അതിനെല്ലാം ഈ ഡാറ്റ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട്. അലോ മൾട്ടി യൂസർ ആക്സസ് ആൻഡ് റിമോട്ട് വർക്കിംഗ്. ഒരു ഡാറ്റാബേസ് വ്യത്യസ്ത ലോഗിനിൽ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ലെവലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു അഡ്മിൻ ലെവലിൽ എല്ലാ ഡാറ്റയും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഒരു അക്കൗണ്ട്സ് മാനേജർ, ഒരു MD അല്ലെങ്കിൽ CFO, അവര് ലോഗിനിൽ എന്തെല്ലാം കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു ക്ലർക്കിന് കാണുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും കാണേണ്ടിയും വരും. അപ്പോൾ ആ ലെവലിൽ മൾട്ടി യൂസർ ആക്സസ് സെക്യൂർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനും റിമോട്ട് വർക്കിങ്ങും ഇന്നത്തെ ചില അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ പോസിബിൾ ആണ്. ഇപ്പോൾ വ്യത്യസ്ത ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ആ വ്യത്യസ്ത ബ്രാഞ്ചിൽ ഓരോ ബ്രാഞ്ചിലും ഒന്നിലധികം അക്കൗണ്ട്സിൽ ഓഫീസർമാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരേ ഒരു സോഫ്റ്റ്വെയറിലേക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ മൾട്ടി യൂസറായിട്ട് അവർക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ സാധിക്കും. അത് റിയൽ ടൈം ആയിട്ട് ഡാറ്റ റിഫ്ലക്ട് ചെയ്യാനും സാധിക്കും. ഈസി ടു അനലൈസ് ഡാറ്റ യൂസിങ് ഗ്രാഫ്, ചാർട്ട് ആൻഡ് ഡാഷ്ബോർഡ്സ്. ഒരു ഡാഷ്ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് അഡ്മിൻ ലെവൽ അല്ലെങ്കിൽ ഏറ്റവും എക്സിക്യൂട്ടീവ് ലെവലിൽ അത് എപ്പോഴും റിഫ്ലക്ഷനോട് കൂടിയിട്ട് അപ്ഡേഷനോട് കൂടിയിട്ട് വന്ന് നിൽക്കുവാനും, അല്ലെങ്കിൽ റിപ്പോർട്ട്സുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രാഫ് ചാർട്ടോട് കൂടി പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ റിപ്പോർട്ട്സുകൾ നൽകാനും ഇത്തരം സോഫ്റ്റ്വെയർക്ക് സാധിക്കാറുണ്ട്. നമുക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്താ നോക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഇത്ര നേരം പറഞ്ഞത്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം ആയിരിക്കുമല്ലോ, കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം designed to manage and record financial transactions, prepare financial statements, and support decision making. It automates most of the accounting cycle, journal entries to final accounts. ഇപ്പോൾ ജേണൽ എൻട്രി മുതൽ ഫൈനൽ അക്കൗണ്ട് വരെയുള്ള എല്ലാ കാര്യത്തെയും ഓട്ടോമേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് ഡാറ്റ റെക്കോർഡ് ചെയ്യാനും അത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും അതുവഴി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഡെവലപ്പ് ചെയ്യാനും അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ട്സിൻ്റെ മുകളിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. നോക്കാം, വ്യത്യസ്ത തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. കോർപ്പറേറ്റുകൾ ഫോളോ ചെയ്യുന്ന പോലെ ആവില്ല ചെറുകിട കമ്പനികൾ, അതേപോലെ ആവില്ല ഒരു സോൾ ട്രേഡർ ഫോളോ ചെയ്യാം. ഒരാളുകൾക്ക് വ്യത്യസ്ത ആവശ്യങ്ങളാണ്, വ്യത്യസ്ത കപ്പാസിറ്റി ഉള്ള സോഫ്റ്റ്വെയർ ആണ് ആവശ്യമുള്ളത്. ചിലപ്പോൾ മൾട്ടി യൂസർ വേണ്ടി വരും, ചിലപ്പോൾ സിംഗിൾ യൂസർ മതിയാവും. ചില ആളുകൾക്ക് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ മതിയാവും, ചില ആളുകൾക്ക് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവരെല്ലാ ഫങ്ഷൻ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, അപ്പോൾ കോസ്റ്റ് കൂടും. അങ്ങനെ പല രീതികളുണ്ട് പലതിനും. നോക്കാം ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. മെയിനായിട്ട് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ,
മറ്റൊന്ന് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ, പിന്നുള്ളത് കമ്പ്യൂട്ടർ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അതിന് ERP സിസ്റ്റം എന്ന് പറയാം. പിന്നെ ഉള്ളത് ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറി സോഫ്റ്റ്വെയർ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കോസ്റ്റിൽ മാറ്റമുണ്ട്, പെർഫോമൻസിൽ മാറ്റമുണ്ട്, അത് ഓഫർ ചെയ്യുന്ന സൗകര്യങ്ങളിലൊക്കെ മാറ്റമുണ്ട്. ആദ്യമായിട്ട് മെയിനായി നോക്കേണ്ടത് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറും കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറും ആയിരിക്കും. റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ റെഡി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ ബിസിനസ് യൂസിന് പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിന് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവായിരിക്കും. കാരണം എന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ കസ്റ്റമൈസ് സോഫ്റ്റ്വെയറുമായി കമ്പയർ ചെയ്യുമ്പോൾ മാത്രമല്ല ചെറുകിട സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകൾക്ക് അത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ ടാലി, ERP, ബിസി, സോഹോ ബുക്സ് ഒക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിന്. ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഏത് അക്കൗണ്ടിങ് വർക്കിനും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഫർണിച്ചർ സംബന്ധമായി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു സർവീസ് ഓറിയന്റഡ് ബിസിനസ്സിന് വേണമെങ്കിൽ ഈ ടാലി അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഒരു ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിക്കാണെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള സോഫ്റ്റ്വെയറുകളാണ് ഈ പറഞ്ഞ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഓരോ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ 5% ഭാഗം മാത്രമേ ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട്. ബാക്കി അവർക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. അതല്ലെങ്കിൽ അവരെ സ്പെസിഫിക് ചില നീഡുകൾ ഇത്തരം സോഫ്റ്റ്വെയർ ഫുൾഫിൽ ചെയ്തോണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സൽ ഷീറ്റ് എന്തെല്ലാം വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, പലതരം വർക്കിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊന്നിനും ഉപയോഗിക്കുമ്പോൾ മറ്റ് സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ചില സ്പെസിഫിക് ആയിട്ട് രീതിയിൽ അത് ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചോണമെന്നുണ്ടാവില്ല. അപ്പോൾ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് ഡിസൈൻഡ് ഫോർ ജനറൽ ബിസിനസ് യൂസ്, ലോ കോസ്റ്റ്, ഈസി ടു ഇംപ്ലിമെന്റ്, suitable for small and medium enterprise. എക്സാമ്പിൾ ടാലി, ERP, ബിസി, സോഹോ ബുക്സ്. പിന്നുള്ളത് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. റെഡിമെയ്ഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കസ്റ്റമൈസ്ഡ് എന്ന് പറയാം. റെഡിമെയ്ഡ് ജനറൽ യൂസിന് പറ്റിയതാണെങ്കിൽ, എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പോൾ അതാത് ഓർഗനൈസേഷനുകൾ അവർക്ക് വേണ്ട രീതി ഉണ്ടാവും. അവർക്ക് സ്പെസിഫൈ ചെയ്യേണ്ട, അവർക്ക് ഫോക്കസ് ചെയ്യേണ്ട, അവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു പക്ഷേ ജനറൽ സോഫ്റ്റ്വെയർ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്തരക്കാർ ഡെവലപ്പ് ചെയ്യുന്ന അവർ സ്പെസിഫിക് നീഡിന് മാത്രം വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളായിരിക്കും കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ, ഡെവലപ്ഡ് ടു മീറ്റ് സ്പെസിഫിക് നീഡ് ഓഫ് എ പർട്ടിക്കുലർ ബിസിനസ്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും, അതിൻ്റെ പെർഫോമൻസ് ഹൈ ആയിരിക്കും. മോർ സ്യൂട്ടബിൾ ഫോർ ലാർജ് കമ്പനീസ് വിത്ത് യൂണിക് റിക്വയർമെന്റ്. വൻകിട കമ്പനികൾക്ക്, കോർപ്പറേറ്റുകളൊക്കെ ഒരു പക്ഷേ കസ്റ്റമൈസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചേക്കാം. എ കസ്റ്റം ബിൽറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോർ എ ബാങ്ക്. ഇപ്പോൾ ഒരു ബാങ്ക് അവർക്ക് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവരെല്ലാ വർക്കും അത് നടക്കും. അവർക്ക് വേണ്ട രീതിയിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് കാലങ്ങൾ എടുത്തോളും, ഒരുപാട് സമയം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ട്രയൽ എറർ ആയിട്ട്, അതിൻ്റെ ടെസ്റ്റിംഗ് ആയിട്ട് അത് ട്രയൽ റൺ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ കാലങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ പിറകെ പോകും. പക്ഷെ റെഡിമെയ്ഡ് ആയിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമായിരുന്നു. ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറിന് അതിൻ്റെതായ പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇവർക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയതുകൊണ്ട്, ഇവർക്കായിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതായതുകൊണ്ട് അതിൻ്റെ മെച്ചങ്ങളും അതിന് കിട്ടും. പിന്നുള്ളത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറും പിന്നെ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെയും 1-2 പോയിന്റ് സൂചിപ്പിക്കാനുള്ളത്, ഇത് ആർക്ക് സ്യൂട്ടബിൾ ആവുന്നതിൽ വലിയ ഒരു ഘടകമുണ്ട്. സ്പെസിഫിക് ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ജനറൽ സ്യൂട്ടാകുന്നില്ല. പക്ഷെ അതിൻ്റെ മെച്ചങ്ങൾ എന്താ വെച്ചാൽ അത് ലോ കോസ്റ്റ് ആയിരിക്കും. റെഡിമെയ്ഡ് ആണല്ലോ, പിന്നെ അതിന് സമയം കളയേണ്ടതില്ല അത് ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ റിലയബിൾ ആയിരിക്കും, അത് പ്രൂവ്ഡ് ആയിരിക്കും. കാരണം വർഷങ്ങളായിട്ട് അത് മാർക്കറ്റിലുള്ള സോഫ്റ്റ്വെയർ ആണ്. പിന്നെ അതിൽ മിസ്റ്റേക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എററിന് ചാൻസ് ഉണ്ടാവില്ല. പിന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ ചില സ്ഥാപനങ്ങൾ, ചില കമ്പനികളൊക്കെ ഓഫർ കൊടുക്കാറുണ്ട് ഒരു ട്രയൽ ചെയ്യാൻ. 1 വീക്ക് ട്രയൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി, അത് വാങ്ങിയാൽ മതി. അതിൻ്റെ ലിമിറ്റേഷൻസ് അത് കസ്റ്റമൈസ്ഡ് അല്ല എന്നും അൺവാണ്ടഡ് ആയ ഒരുപാട് ഫീച്ചേഴ്സ് അതിലുണ്ടാകും എന്നതും, പിന്നെ ഓരോ കാര്യത്തിനും ഒരു പക്ഷേ നമ്മൾ വെണ്ടർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും.
എന്തെങ്കിലും എറർ വന്നാൽ, എറർ എന്നല്ല, എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ സ്റ്റക്ക് ആയാലോ അല്ലെങ്കിൽ എന്താ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടോ എന്തെങ്കിലും സപ്പോർട്ട്, കസ്റ്റമർ സപ്പോർട്ടൊക്കെ വേണ്ടി വന്നാലൊക്കെ സെല്ലറുമായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നൊരു ഇഷ്യൂ അതിനുണ്ട്. പിന്നെ കസ്റ്റമൈസ്ഡിന്റെ ഒരു എളുപ്പം എന്ത് ചോദിച്ചാൽ അത് ടൈലർ മെയ്ഡ് ആണ്. ടൈലർ മെയ്ഡ് ആണ് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കിയത് ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി വെരി ഹൈ ആയിരിക്കും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ സെക്യൂരിറ്റി എല്ലാം കമ്പാരിറ്റീവ്ലി ഹൈ ആവും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ അത് കോസ്റ്റ്ലി ആയിരിക്കും. കാരണം ഇവർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ലോങ്ങർ ടൈം ടു ഡെവലപ്മെൻറ്റ്, ഒരുപാട് കാലങ്ങൾ എടുത്തിട്ട് അത് റൺ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യണം, ഡെവലപ്പ് ചെയ്തിട്ട് റൺ ചെയ്യണം, ട്രയൽ ചെയ്യണം, ടെസ്റ്റിംഗ് ചെയ്യണം, അതിൻ്റെ എററുകൾ പരിഹരിക്കണം, അത് പിന്നെയും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് സമയം എടുത്തേക്കാം. പിന്നെ അതിൻ്റെ എന്താ പറയുക, റിസ്ക് എലമെൻറ്റുകൾ, കാരണം അതെന്താ പറയുക, വർക്ക് മറ്റൊരു ടീം ഇവർക്കായിട്ട് ഉണ്ടാക്കി നൽകിയതാണ്. അതിൽ കുറച്ച് റിസ്ക് എലമെൻറ്റുകളുണ്ട്, സീക്രസി, അത്തരം റിലയബിലിറ്റി മേഖലകളിലൊക്കെ. ഇനി നമുക്ക് മൂന്നാമത് പറയേണ്ടത് ERP ആണ്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP സിസ്റ്റംസ്, ERP മൊഡ്യൂൾ, ERP സോഫ്റ്റ്വെയറുകൾ കേൾക്കാറുണ്ടാവും. ERPന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വൻകിട കമ്പനികൾ, വൻകിട കോർപ്പറേറ്റുകൾ ഫോളോ ചെയ്യുന്ന, അതായത് വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും അങ്ങനെ ലോകം മൊത്തം പരന്നു കിടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റ ബേസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റം ആണ്, സോഫ്റ്റ്വെയർ ആണ് ERP, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. അതായത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് മൂന്നും കൂടെ പറഞ്ഞാലേ കംപ്ലീറ്റ് ആവുള്ളൂ. എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ ദ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ, മുഴുവൻ ഓർഗനൈസേഷനും റിസോഴ്സ്, അവിടെയുള്ള റിസോഴ്സുകൾ ഉണ്ടാവും, പീപ്പിൾ, മണി, മെറ്റീരിയൽ, ഇൻഫോർമേഷൻ, അങ്ങനെ മുഴുവൻ റിസോഴ്സുകളും, അതായത് മുഴുവൻ റിസോഴ്സുകളുടെയും പ്ലാനിങ്, പ്രോപ്പർ അലോക്കേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സ്. ഈ മുകളിൽ എണ്ണി പറഞ്ഞ അവിടെയുള്ള എംപ്ലോയീസ്, അവരെ ഫണ്ടുകൾ, അവരെ മെറ്റീരിയലുകൾ, പിന്നെ ഇൻഫോർമേഷൻ, ഇവയെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് പിന്നീടുള്ള കമ്പനി മുന്നോട്ട് പോക്കിന് എല്ലാറ്റിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരത്തെ മുകളിൽ പറഞ്ഞതൊക്കെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മാത്രമാണ്, അക്കൗണ്ടിങ് പർപ്പസിന് അത് പറ്റുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ടാക്സേഷനും പിന്നെ പേറോളിനൊക്കെ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമെങ്കിൽ പോലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിസോഴ്സുകൾ, അല്ലെങ്കിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും ഒരു ഓർഗനൈസേഷനിൽ. HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ്, സെയിൽസ്, പർച്ചേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത മൊഡ്യൂളുകളുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവർക്കൊക്കെ അവരുടേതായ സോഫ്റ്റ്വെയർ അവർ ഉപയോഗിക്കുന്നുണ്ടാവും. ആ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയറും ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതെല്ലാം കണക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒക്കെ ഒരു സെൻട്രൽ ഡാറ്റാബേസ്, ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് വിവരങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ, അതിനാണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ ERP സോഫ്റ്റ്വെയർ എന്ന് പറയും. ഒരു കോർ ബിസിനസ് പ്രോസസ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് ശരിക്കും ERP എന്നത്. അതൊരു കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒരു ഒറ്റ രീതിയിലേക്ക് അവിടെയുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളെ അത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേഷൻ മെയിൻ ആയിട്ടുള്ള എലമെന്റ് ആണ്. അതിന് റിയൽ ടൈം ആയിരിക്കും, അപ്ഡേറ്റഡ് ആയിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റും അതാത് സമയത്ത് അവിടെ പല ഭാഗത്തുനിന്ന് പല അപ്ഡേഷൻ നടക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു സെൻട്രൽ ഡാറ്റാബേസിൽ റിഫ്ലക്ട് ചെയ്യും. പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് രൂപത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറും ആയേക്കാം ഇത്. അതുകൊണ്ട് തന്നെ അതിൽ കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന മൊഡ്യൂളുകൾ ഏതൊക്കെ, ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെ ചോദിച്ചാൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് അതൊരു മൊഡ്യൂളായിരിക്കും. പിന്നെ HRM വേറൊന്ന് മൊഡ്യൂള്, സപ്ലൈ ചെയിൻ ഇൻവെന്ററി മാനേജ്മെന്റ് മറ്റൊന്ന്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വേറൊരു മൊഡ്യൂള്, CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്രൊജക്ട് മാനേജ്മെന്റ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മൊഡ്യൂളുകളെയാണ് ഈ സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓഫീസർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ലോഗിനിൽ ഈ പറഞ്ഞ എല്ലായിടത്തുനിന്നുള്ള വിവരങ്ങളുടെ കൂടിയിട്ടുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അത്രയും വലിയ സോഫ്റ്റ്വെയർ ആണ്, അത്രയും കോസ്റ്റ്ലി സോഫ്റ്റ്വെയർ ആയിരിക്കും. അത്രയും ഉപകാരം ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയും ചെയ്യും. അത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് 10 മടങ്ങ് റിട്ടേണും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോക്കാം, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ERP സിസ്റ്റം ഇത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം
കവറിങ് അക്കൗണ്ടിങ്, HR, സെയിൽസ്, മാനുഫാക്ചറിങ്, ഇൻവെന്ററി. മെയിൻ എക്സാമ്പിൾ പറഞ്ഞാൽ SAP ERP. നിങ്ങൾ പരസ്യം കാണാറുണ്ട് SAP ERPന്റെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ. SAP ERP ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ERP സോഫ്റ്റ്വെയർ ആരും മുഴുവനായിട്ട് പഠിക്കാറില്ല. മുകളിൽ സൂചിപ്പിച്ച ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിന്റെ ചെറിയൊരു പാർട്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ജോലി എന്താണോ, അല്ലെങ്കിൽ HRM ഒരു മൊഡ്യൂള്, അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള മൊഡ്യൂളുകൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അവർക്ക് അത് അറിഞ്ഞാൽ മതി. കാരണം അത് ഭംഗിയായിട്ട് ചെയ്താൽ തന്നെ അതിന്റെ റിസൾട്ട് ഡാറ്റാബേസിൽ നിന്ന് കിട്ടും മറ്റുള്ളവർക്ക്. അത്രയും വലിയ സോഫ്റ്റ്വെയറുകളാണ് ഈ പറഞ്ഞ SAP ERP, അല്ലെങ്കിൽ ഒറാക്കിൾ, നെറ്റ്സ്യൂട്ട്, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് 365, ടാലി പ്രൈം, ടാലിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടാലി ERP ഒക്കെ ഉണ്ട്, ടാലി പ്രൈം. ഇത് സ്മോൾ ബിസിനസ്സിനെ സ്യൂട്ടബിൾ ആകുള്ളൂ. പിന്നെ അതുപോലുള്ള വേറെയും ഒരുപാട് ERP സിസ്റ്റംസ് ഉണ്ട്, സോഫ്റ്റ്വെയറുകളുണ്ട്. വീണ്ടും പറയാൻ പറ്റും സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ ERP എന്നത് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആണ്. എന്തൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, പല മൊഡ്യൂളുകൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടും. പിന്നെ അത് ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, നാലാമത്തെ ടൈപ്പ്. ഓപ്പറേറ്റ്സ് ഓൺലൈൻ, ആക്സസിബിൾ ഫ്രം എനിവെയർ. ഇന്ന് മിക്ക സോഫ്റ്റ്വെയറും ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കും. അവരുടെ ഫംഗ്ഷൻ നടക്കുന്ന ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ടാലി ആണെങ്കിലും ഒക്കെ ക്ലൗഡ് ബേസ്ഡ് തന്നെയാണ്. നമ്മൾ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ ആ കമ്പ്യൂട്ടറിലാവില്ല സ്റ്റോർ ചെയ്യപ്പെടുക. അതായത് ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡർ ക്ലൗഡ് എവിടെയാണോ അവിടെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ പോലും ഡാറ്റയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ ഡിവൈസിൽ നിന്ന് വേറെ സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യപ്പെടാം, ഡാറ്റ എൻട്രി ചെയ്യാം, വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അത്തരം സിസ്റ്റത്തെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. പ്രൊവൈഡ് റിയൽ ടൈം ഡാറ്റ അപ്ഡേറ്റ്സ് ആൻഡ് മൾട്ടി യൂസർ ആക്സസ്. മൾട്ടി യൂസർ ആക്സസ് എന്താണ്, അത്തരം അത് ആക്സസബിൾ ആണ്. പിന്നെ റിയൽ ടൈം ഡാറ്റ അപ്ഡേറ്റ്സ് അത് നൽകും. വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ഒരു സ്ഥാപനത്തിൽ വ്യത്യസ്ത ബ്രാഞ്ച് ഉണ്ടെങ്കിൽ വ്യത്യസ്ത ബ്രാഞ്ചിലെ ഓരോ ഉദ്യോഗസ്ഥർക്കും ചിലപ്പോൾ അവിടെ അക്കൗണ്ട്സ് 4, 5, 10, 15 പേരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത സമയത്ത് അവർ എൻട്രി ചെയ്യപ്പെടുന്ന ഡാറ്റ ഒക്കെ ഇവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടും. ഇപ്പോൾ ക്വിക്ക് ബുക്സ് ഓൺലൈൻ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അത് പോപ്പുലർ ആണ്. പിന്നെ ഫ്രഷ് ബുക്സ്, സോ ബുക്സ്, വേവൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞ ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്. അപ്പം മെയിനായിട്ട് 4 സോഫ്റ്റ്വെയർ ആണുള്ളത്. ഒന്ന് റെഡിമെയ്ഡ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ഒന്നിച്ച് പറയാൻ പറ്റും. പിന്നുള്ളത് ERP സിസ്റ്റം, ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ മിക്ക സോഫ്റ്റ്വെയറും ക്ലൗഡ് ബേസ്ഡ് ആണ്. അത് മാത്രം കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്ലൗഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? അത് ഓൺലൈനിലാണ്, എനിവെയർ ആക്സസബിൾ ആണ്, ക്ലൗഡിലാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേറൊരു ടെക്നോളജിയാണ്, നമുക്കത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത്തരം സെറ്റപ്പിൽ ആണത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. വീണ്ടും പറയാൻ പറ്റും റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. എന്തൊക്കെ യൂസേജ്? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം. പലതരം ട്രാൻസാക്ഷൻസ് നടക്കുമല്ലോ. സെയിൽസ്, പർച്ചേസ്, റെസിപ്റ്റ്സ്, പേയ്മെന്റ്സ് ആർ എൻറ്റേർഡ് ഡയറക്ട്ലി ഇൻ ടു ദി സിസ്റ്റം. പോസ്റ്റിംഗ് ടു ലെഡ്ജേഴ്സ്. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് തൊട്ടടുത്ത സ്റ്റെപ്പാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അതായത് ലെഡ്ജറിലേക്ക് അത് ഓട്ടോമാറ്റിക് പോസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എറർ ചാൻസ് കുറവാണ്. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. സോഫ്റ്റ്വെയർ അതിനനുസരിച്ച് ഇൻസ്റ്റന്റ്ലി പ്രിപ്പയർഡ്, ഓരോ ഡാറ്റ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് അത്തരം ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഫിനാൻഷ്യൽ സിസ്റ്റംസ്, സ്റ്റേറ്റ്മെന്റ്സ്. സോഫ്റ്റ്വെയർ ജനറേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക്കലി. ഓരോ എൻട്രിക്ക് അനുസരിച്ചും സ്റ്റേറ്റ്മെന്റിൽ അത് മാറ്റം വരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ. അതേപോലെ ഏത് സമയത്ത് നമുക്ക് ഇത്തരം ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇൻവെന്ററി മാനേജ്മെന്റ്, ട്രാക്ക് സ്റ്റോക്സ് ലെവല്, പർച്ചേസ്, സെയിൽസ്. ഏറ്റവും റിയൽ ടൈം ഡാറ്റ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് കിട്ടും. എത്ര യൂണിറ്റ് ചിലവായിട്ടുണ്ട്, എത്രയാണ് സ്റ്റോക്ക് ലെവല്, എങ്ങനെയാണ് അടുത്ത ഓർഡർ, ഒരു പക്ഷേ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് പോയിട്ടുണ്ടാവാം. പേറോൾ പ്രോസസ്സിംഗ്, കാൽക്കുലേറ്റ് സാലറീസ്, ഡിഡക്ഷൻസ്, സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ്. അപ്പോൾ ആ ലെവലിൽ തന്നെ ഒരു പേറോൾ ക്രിയേഷൻ എന്ന ലെവലിൽ തന്നെ ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും. ടാക്സേഷൻ കംപ്ലൈൻസ്, ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് GST, ഇപ്പോൾ VAT ഉണ്ടാവില്ല. അതർ അപ്ലിക്കബിൾ, പിന്നെ എന്താ പറയുക, ടാക്സ് ഏതാണോ അതായത് രാജ്യത്തെ ടാക്സ് സിസ്റ്റത്തിനനുസരിച്ച് അത്
റിപ്പോർട്ട്സ് എടുത്തിട്ട് റിട്ടേൺസ് സമർപ്പിക്കാൻ പറ്റും. MIS നേരത്തെ പറഞ്ഞ ERP പോലെ തന്നെയാണ് MISഉം, വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും. അത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിപ്പോർട്ട്സ് ഡെപ്റ്റർ, പിന്നെ ഏജിങ്, സെയിൽസ് ട്രെൻഡ്, ബഡ്ജറ്റ് കമ്പാരിസൺ, അവൈലബിൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം തന്നെയാണ് MISഉം. അപ്പോൾ MIS ലെവലിൽ ഇത്തരം സോഫ്റ്റ്വെയർ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എക്സാമ്പിൾസ് ഓഫ് വൈഡ്ലി യൂസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ഒന്ന് ടാലി പ്രൈം ആണ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ SME സെക്ടറിൽ ഏറ്റവും പോപ്പുലറായ സോഫ്റ്റ്വെയർ കൂടിയാണ് ടാലി. ടാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻ്റർഫേസ് ആണ്. GST കംപ്ലൈൻസ്, GST റിട്ടേൺസ് അതിൽ സമർപ്പിക്കാൻ പറ്റും. GST ടാക്സ് പർപ്പസിന് അത് ഉപയോഗിക്കാൻ പറ്റും. പേറോളിനും പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനും ഒക്കെ അതിൽ മൊഡ്യൂളുകളുണ്ട്. പിന്നെ സോഹോ ബുക്സ് ക്ലൗഡ് ബേസ്ഡ് ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, സ്യൂട്ടബിൾ ഫോർ സ്മാൾ ബിസിനസ്, അങ്ങനെ പ്രത്യേകത ഉണ്ട്. മറ്റൊന്ന് ക്വിക്ക് ബുക്സ് ഇന്റർനാഷണലി പോപ്പുലർ ആണ്. പിന്നെ ക്ലൗഡ് ബേസ്ഡ് ആണ്, മൾട്ടി കറൻസി, എന്നാൽ ഇന്റർനാഷണലി യൂസ്ഫുൾ ആവുമ്പോൾ മൾട്ടി കറൻസി അത് ഫീച്ചറിൽ വേണ്ടി വരുമല്ലോ. മൾട്ടി കറൻസി, പേറോൾ ആൻഡ് ടാക്സേഷൻ, അതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. പിന്നെ SAP ERP നേരത്തെ പറഞ്ഞ അത് ഇൻറ്റഗ്രേറ്റഡ് മൾട്ടി മൊഡ്യൂൾ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ അത് ലാർജ് MNCകൾക്ക് ആണ് അത് സ്യൂട്ടബിൾ, കോസ്റ്റ്ലി ആയിരിക്കും. ഇൻറ്റഗ്രേറ്റ് ഓൾ ബിസിനസ് ഫങ്ഷൻസ്. പിന്നെ വേറൊരു ERP എക്സാമ്പിൾ ആണ് ഒറാക്കിൾ നെറ്റ്സ്യൂട്ട്. മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ വേറൊന്നാണ് ഒറാക്കിൾ നെറ്റ്സ്യൂട്ട്. ക്ലൗഡ് ബേസ്ഡ് ERP കൂടിയാണിത്. സ്റ്റോറേജ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇത്തരത്തിൽ മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഈ മേഖലയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.